ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള 3 ഗസ്റ്റും പാനലിസ്റ്റും പറഞ്ഞ കാര്യങ്ങൾ അവിടുത്തെ ലോക്കൽ ഇഷ്യൂസിനെ പറ്റിയിട്ടാണ്. പക്ഷെ ഹൈദരാബാദിൽ ഇരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് നോക്കാൻ കാണുന്നത്, ഞാൻ ഈ മലയാളം ചാനലുകളുടെ ഏതും ലാസ്റ്റ് ഒരു 10 ദിവസത്തിൽ ഏത് ചാനലിൽ ന്യൂസ് കാണുമ്പോഴും അതിൽ ഒന്നിലോ ഇറാൻ ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം, പിന്നെ അതാണോ അതോ നിലമ്പൂരാണോ നെക്സ്റ്റ് ഐറ്റം എന്നാണ് അവിടെ ഒരു പ്രയോറിറ്റി വരാറുള്ളത്. അപ്പം തന്നെ നമുക്കറിയാം ഒരു ബൈ ഇലക്ഷൻ എത്ര ഒരു എക്സൈറ്റ്മെൻറ്റ് അവിടെ എന്താവാൻ കാരണം എന്താണ്. ഇതേ സമയത്ത് ഗുജറാത്തിൽ 2 സീറ്റിൽ ബൈ ഇലക്ഷൻ നടന്നു. അവിടെയൊന്നും ഒരു ചർച്ചയൊന്നിനെ പറ്റി ഉണ്ടായില്ല. ഒരു നോർമൽ ഇലക്ഷൻ. ഈ ഇലക്ഷനാണ് ഇതിനു മുമ്പ് 77 76 നോർമൽ ഇലക്ഷനിൽ അവിടെ നിലമ്പൂർ ഉണ്ടായിരുന്ന വോട്ടിംഗ് പെർസെൻറ്റേജ്. ഈ പ്രശ്നം കുറഞ്ഞു. അത് നാച്ചുറലാണ്. ഒരു ബൈ ഇലക്ഷൻ എപ്പോഴും വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയും. പക്ഷെ നമുക്കതല്ല നോക്കുന്നത്. ഒരു നാഷണൽ ലെവലിൽ നിലമ്പൂരിനെ പറ്റി നടന്ന ഒരു ഡിബേറ്റ് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ ചാനൽ മാറ്റിയിട്ട് ബാക്കിയുള്ളൊരു ഇംഗ്ലീഷ് ചാനലിലൊരു കുറച്ച് കവറേജ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ നടന്ന അലയൻസിനെ പറ്റിയിട്ടാണ്. അവിടെ ആരാണ് ഇവർ കൂടെ നിന്നത്. ഇപ്പോൾ നമ്മൾ കേരളത്തെ എപ്പോഴും വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ് സെക്യുലറിസം എന്ന് പറയുന്നത് നമ്മൾ. പക്ഷെ അത് അവിടെ നോക്കുകയാണെങ്കിൽ അവിടെ നടന്ന ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറേ കാര്യങ്ങൾ ചെയ്തു. അതിപ്പോൾ തെറ്റൊന്നുമില്ല, ഒരു പൊളിറ്റിക്സ് ആകുമ്പോഴൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതേസമയം ഈ വാളയാറ് കടന്നു കഴിഞ്ഞാൽ ഈ CPM-ഉം കോൺഗ്രസും CPI-യും ഒക്കെ ഒരേ കൊടി പിടിച്ചാണ് നടക്കുന്നത്. നമ്മൾ മറക്കരുത്. ഇന്നലെ ഞാൻ സതീഷിന്റെ കോമെന്റ്, നമ്മുടെ ഗോവിന്ദൻ മാഷ് പറഞ്ഞ RSSനെ പറ്റി പറഞ്ഞതിനെ പറ്റിയിട്ട്, കണ്ടില്ല ഇവർ രണ്ടുപേരും ഒന്നാണെന്ന്. പക്ഷെ വാളയാർ കിടന്നാൽ ഇവർ രണ്ടുപേരും ഒന്നാണെന്നുള്ള കാര്യം മറക്കരുത്. വെസ്റ്റ് ബംഗാളില് ഇവര് രണ്ടുപേരാണ് കൊടി പിടിച്ച് നടക്കുന്ന, മമതാ ബാനർജി വിജയമാണ്. കേരളത്തിൽ മാത്രം എന്താണ് ഈ ഒരു ഇങ്ങനത്തെ ഒരു കൂട്ടുകെട്ട്, ഇങ്ങനെ എന്താണ് കേരളത്തിൽ മാത്രം എന്തിനാണ് ഇലക്ഷൻ നടത്തണമെന്ന് ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്. അത് തെറ്റൊന്നുമില്ല. ഇവർ തമ്മിൽ ഇരുന്നൊരു ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ശരി, ഈ പ്രാവശ്യം നിങ്ങൾ ഭരിച്ചോളൂ, ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഭരിക്കാമെന്ന്. അങ്ങനെ കേരളത്തിലെപ്പോഴും അങ്ങനെയാണല്ലോ. പക്ഷേ ഈ കഴിഞ്ഞ പ്രാവശ്യം നടന്നില്ല. പക്ഷേ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്താണ്, ഇപ്പോൾ ഞാൻ കണ്ടൊരു സ്പോൺസർഷിപ്പ്, നിലമ്പൂരിനെ പറ്റിയിട്ടുള്ള ഇലക്ഷൻ്റെ സ്പോൺസർഷിപ്പ് കുറേ ന്യൂസ് ചാനൽ നടന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് ഓൾമോസ്റ്റ് ഒരു ലോക്സഭാ ഇലക്ഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഒരു പ്രസ്റ്റീജിയസ് ആയിട്ട് എടുക്കുന്ന ഒരു ഇലക്ഷനായി മാറി നിലമ്പൂർ. ഒന്ന്, ഈ അൻവർ ചെയ്ത കാര്യങ്ങളെ പറ്റി, അൻവറിനെ തോൽപ്പിക്കണം എന്നുള്ളൊരു കാര്യത്തിൽ അത് 2 മുന്നണിയും ഒരുമിച്ച് നിന്നിട്ടുണ്ട്. അത് സമ്മതിച്ചു കൊടുക്കാണ്ട് പറ്റില്ല. അത് കോൺഗ്രസിലെ UDF ആയാലും LDF ആയാലും ഇവർ രണ്ടുപേരും പറഞ്ഞത് അൻവറിനെ തോൽപ്പിക്കണം, BJP തോൽപ്പിക്കണം എന്നല്ല, അൻവറിനെ തോൽപ്പിച്ചേ പറ്റൂ. അപ്പൊ അൻവറിന്റെ ഒരു നിങ്ങളെ വിട്ടുവന്നു, നിങ്ങൾ കോൺഗ്രസിൽ ചേർന്നില്ല, അത് വേറൊരു കോൺട്രവേഴ്സിയാണ്. പിന്നെ നിങ്ങൾ പോയി മമതാ ബാനർജിയുടെ അടുത്ത് പോയി തൃണമൂൽ കോൺഗ്രസിനെ പിടിച്ചു. അവിടുന്ന് ഈ പറഞ്ഞ ഈ യൂസുഫ് പഠാനെയൊക്കെ കൊണ്ടുവന്ന ഒരു റാലിയൊക്കെ നടത്തി. പക്ഷെ അതല്ല അതിന്റെ കാരണം. ഒരു ലോക്കൽ ഇലക്ഷൻ, എന്താ പറയുക, ഈ പറഞ്ഞവർ 8 മാസം കഴിഞ്ഞാൽ പിന്നെ ഒരു ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് വരും. അപ്പൊ ഈ ചെലവാക്കിയ കാശിന് ആരാണ് റെസ്പോൺസിബിൾ എന്നാണ്. അൻവറിന് ഇപ്പൊ തന്നെ രാജിവെക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. അറിയാലോ, ഇലക്ഷൻ 6 മാസമാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തില്ല. പക്ഷെ 8 മാസത്തിലായിരുന്നു അവർക്ക് നടത്തേണ്ട വന്നു. ഈ ലക്ഷങ്ങൾ ചെലവാക്കി നടത്തിയ ഇലക്ഷന് ആരാണ് ഉത്തരവാദിത്വം? അതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അത് പിന്നെ ഒരു കാര്യം, തമ്മിൽ നടന്ന അടി പോരാടം, അതാണ് ഇതിനൊരു വേറൊരു കോണ്ടെക്സ്റ്റ് വന്നത്. ടിക്കറ്റ് കൊടുത്തില്ല എന്ന് അൻവർ മാറി, അൻവർ വേറൊരു പാർട്ടി ഉണ്ടാക്കി, അതിൽ ചേർന്ന് അദ്ദേഹം അവിടുന്ന് കോൺടെസ്റ്റ് ചെയ്തു. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു നാഷണൽ ലെവൽ നോക്കുമ്പോൾ കോൺഗ്രസ് തന്നെ അവരുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് സൂപ്പർ സ്റ്റാർ ആരെ ഇറക്കിയത്. ഇപ്പൊ പറഞ്ഞ ഒരു ലോക്കൽ ആയിട്ടുള്ള അവരുടെ ജൂനിയേഴ്സിനെയാണ് ഇറക്കിയത്, 3rd ജനറേഷൻ എന്ന് പറയുന്ന മാതിരി. അതേസമയം നമ്മൾ ശശി തരൂരിന്റെ ഒരു നാഷണൽ ചാനൽസിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടായിരുന്നു. എപ്പോഴും ഇലക്ഷൻ കമ്മീഷന് ഒരു സ്റ്റാർ ക്യാമ്പയിനറിന് ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിൻ 40 പേര് ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ശശി തരൂരിന്റെ പേരും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നിലമ്പൂർ ശശി തരൂരിനെ കണ്ടില്ല. ശശി തരൂർ ആ സമയത്ത് വേണമെങ്കിൽ പുറത്ത് ഈ പറഞ്ഞ ഒരു ഡെലിഗേഷനും കൊണ്ട് കുറെ US-ഉം ഗയാനയും അവിടെയൊക്കെ ചുറ്റുമായിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി. പക്ഷെ തിരിച്ചു വന്നിട്ടും ശശി തരൂരിനെ ഇവർ വിളിച്ചില്ല. എന്താണ് അതിന്റെ കാരണം? ബിക്കോസ് ഒരു പൊളിറ്റിക്കൽ ലെവൽ വെച്ച് നോക്കുമ്പോൾ എന്താണ് ആ വോട്ട് വരാൻ ഇവർക്ക് അത് പേടിയുണ്ടോ? ശശി തരൂർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാനുള്ള ഒരു വോട്ട് ഒരു കമ്മ്യൂണിറ്റിയുടെ നിന്ന് കിട്ടില്ല എന്നൊരു പേടി ഉണ്ടായിരുന്നു ചില. അതേ സമയത്ത് സതീശന്റെ സ്റ്റേറ്റ്മെന്റ്, ജയിച്ചാൽ ക്രെഡിറ്റ് പാർട്ടിക്ക്, തോറ്റാൽ ക്രെഡിറ്റ് എനിക്ക് എന്നുള്ള കാര്യം, അതൊരു നല്ലൊരു ഇതാണ്. അദ്ദേഹത്തിന് ആ കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങൾ ജയിക്കുന്നുള്ളത്. അത് കറക്റ്റാണ്. അൻവർ വലിച്ചുകൊണ്ട് പോകാൻ പോകുന്ന വോട്ട്, അൻവറിന് ഈ പറഞ്ഞ മാതിരി വരാൻ പോകുന്ന 10,000-20,000 വോട്ടിൽ ഭൂരിപക്ഷവും LDFന്റെ വോട്ടുകളായിരിക്കും. പക്ഷെ നമ്മൾ ലാസ്റ്റ് ഒരു 4 ഇലക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിലമ്പൂരിൽ
ഈ വിന്നിങ് മാർജിൻ ഉണ്ടല്ലോ, ഈ തോൽക്കുന്ന കാൻഡിഡേറ്റ്, അത് അൻവർ ആയിരുന്നപ്പോൾ ജയിക്കുന്ന കാൻഡിഡേറ്റ് തമ്മിലുള്ള ഡിഫറൻസ്, അത് ഒന്നുമില്ല BDJS അല്ലെങ്കിൽ BJPയുടെ ഒരു മാർജിൻ ആയിരുന്നു. അതിനെക്കാട്ടിലും കൂടുതൽ വോട്ട് BJPക്ക് കിട്ടി. അപ്പൊ അതിൻ്റെ അടുത്തൊരു ഇംഗ്ലീഷിൽ എപ്പോഴും പറയും സ്പോയിലർ ആണ് BJP എന്നാണ്, NDA എന്ന് വെക്കാം നമുക്ക്. ആ വോട്ടുകൾ ഈ പ്രാവശ്യം BJP എത്ര വോട്ടുകൾ കൊണ്ടുപോകും അതും കാണണം നമുക്ക്. ബിക്കോസ് അങ്ങനെയാണെങ്കിൽ BJPയുടെ വോട്ട് ശതമാനം കൂടിക്കഴിഞ്ഞാൽ അത് എവിടുന്ന് വന്നു എന്നുള്ള വേറൊരു പ്രശ്നമുണ്ട്. നമ്മളെല്ലാം കണ്ടുവരുന്നുണ്ട്. കുറെ കോൺസ്റ്റിറ്റ്യൻസിയിൽ BJPക്ക് ഈ പറഞ്ഞ മാതിരി കഴിഞ്ഞ ഇലക്ഷനിൽ ലോക്സഭയാവട്ടെ, അതിനു മുമ്പുള്ള അസംബ്ലി ഇലക്ഷന്, പിന്നെ ലോക്കൽ ഇലക്ഷന് BJP കുറെ വോട്ട് പെർസെൻറ്റേജ് കിട്ടുന്നത്. അത് പാലക്കാട് ആവട്ടെ, കാസർഗോഡ് സൈഡ് ആവട്ടെ, അല്ലെങ്കിൽ തിരുവനന്തപുരം ആവട്ടെ. പക്ഷെ ഈ പ്രാവശ്യം ഈ പറഞ്ഞ നിലമ്പൂർ നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നാഷണൽ ലെവലിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ എന്താണ് ഈ മുന്നണികൾ തമ്മിൽ നടന്ന അടി, ഇത് കൊണ്ടാണ് BJP നാഷണൽ ലെവലിൽ പോകാൻ പോകുന്നത്. അവർ പറയും കേരളത്തിൽ ഇവർ രണ്ടുപേരും അടി, പുറത്ത് കിടഞ്ഞ ഇവർ രണ്ടുപേരും ബൈ ബൈ ആവും. അതാണ് ഇവരുടെ ഒരു കോണ്ടെക്സ്റ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി പിണറായി വിജയന്റെ ഈ ഇലക്ഷൻ ക്യാമ്പയിൻ പിണറായിക്ക് ഒരു എനർജി നമ്മൾ കണ്ടില്ല കേട്ടോ. അത് ഞാൻ ഒരു ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തിരുന്നു. പിണറായിയുടെ യൂഷ്വൽ ഒരു അഗ്രസീവ് ക്യാമ്പയിൻ ഈ ഇലക്ഷനിൽ ഉണ്ടായിരുന്നില്ല. തോൽക്കുന്ന അറിഞ്ഞിട്ടാണോ അതോ വേണ്ട ഇതിനെപ്പറ്റി ഇനി അധികം ടൈം ചെലവാക്കി അവസാനം ഇതെല്ലാം കൂടി എൻ്റെ തലയിൽ വന്ന് വീഴുമോ എന്നുള്ളൊരു പേടി പിണറായിക്ക് ഉണ്ടായിരിക്കും ചിലപ്പോൾ. പിന്നെ അതേ സമയത്ത് കോൺഗ്രസിനാവട്ടെ ഈ പറഞ്ഞ മാതിരി അവരുടെ സീനിയർ നേതാക്കൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്ട് ജൂനിയർ നേതാക്കളെ ഇറക്കിയത് അത് വേറൊരു കാര്യം. മൂന്നാമത് കൂടി നടത്തിയത്. പിന്നെ ഇവർ പറഞ്ഞ മാതിരി വെൽഫെയർ പാർട്ടി ആവട്ടെ, ഈ പറഞ്ഞ വേറെ SDP ആവട്ടെ, അല്ലെങ്കിൽ മദനിയുടെ പാർട്ടി ആവട്ടെ, ഇവരുടെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു മൂന്നാമത്തെ ഒരു അലയൻസ്, ഇതൊക്കെ നടക്കുന്നുണ്ട് അവിടെ കേരളത്തിൽ. നമ്മളില്ലാന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പറയും സാക്ഷരതയിൽ നമ്പർ 1 എന്നൊക്കെ പറയുമ്പോഴും ഒരു സെക്യുലറിസത്തിന്റെ വിരുദ്ധമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് അവിടെ. ഇതൊക്കെ നമ്മളൊരു തെലങ്കാനയിൽ ഞാനിരിക്കുന്ന സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ആ ഇഷ്യൂസ് ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ അതേ സമയത്ത് നാട്ടിൽ ഈ മൈനർ ഇഷ്യൂസ്, ചെറിയ ചെറിയ കാര്യങ്ങൾ അവിടെ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് മാറും. ഇപ്പൊ പറഞ്ഞ ഒരു വന്യജീവി പ്രോബ്ലം, അതൊരു വലിയ ഇഷ്യൂ ആണ് അവിടെ. അതേ സമയത്ത് സുപ്രീം കോടതി പറഞ്ഞു പറ്റില്ല, നിങ്ങൾക്ക് വന്യജീവി ഏരിയ കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് ആരുടെ തലയിൽ വന്നു വീഴും? അത് അവസാനം സെൻട്രൽ ഗവൺമെന്റ് തലയിൽ വന്നു വീഴും. അവർ പറയും ഇവർ കാരണം BJP കാരണം ഇതൊക്കെ ഉണ്ടായെന്ന് പറയും. അതേ സമയത്ത് അവിടുത്തെ ലോക്കൽ ഇഷ്യൂസ് ആയിട്ടും ഈ പറഞ്ഞാൽ ഈ വിലക്കയറ്റം എന്ന് പറഞ്ഞു. പക്ഷെ ഈ പറഞ്ഞാൽ ഇപ്പൊ ഇൻഫ്ലേഷൻ ഏറ്റവും കുറവ് കേരള പർട്ടിക്കുലർ പ്രോബ്ലം നമുക്ക് എല്ലാവർക്കും അറിയാം. പച്ചക്കറിയും കർണാടകത്തും തമിഴ്നാടും നിന്ന് വരും. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പിണറായി വിജയൻ 6 മാസം ഇലക്ഷൻ ഉള്ളപ്പോൾ, 8 മാസം ഇലക്ഷൻ ഉള്ളപ്പോൾ പിണറായി വിജയന്റെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഈ കാണാൻ പോകുന്നത്. കോൺഗ്രസ് ഈ ഇലക്ഷൻ ജയിച്ചു എന്ന് തന്നെ വെച്ചോളാം. അടുത്ത വരാൻ പോകുന്ന ഇലക്ഷൻ കോൺഗ്രസ് ജയിക്കണം എന്നില്ല, അത് വേറൊരു കാര്യമുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ചാലഞ്ച് വരാൻ പോകുന്നത്. കോൺഗ്രസ് ജയിച്ചു എന്ന് വെച്ചിട്ട് കോൺഗ്രസിന് ഇതിന് ഒരു സെലിബ്രേഷൻ അവർക്ക് നടത്താൻ പറ്റില്ല. അവർക്ക് അറിയാം വരാൻ പോകുന്ന ഇലക്ഷൻ അതിൻ്റെ ഒരു കളി വേറെ തന്നെയാണെന്നുള്ള ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാവില്ല.